പ്രായക്കാരെ കുറ്റം പറഞ്ഞതാ. അപ്പൊ വെട്ടൊക്കെ വരും ചിലപ്പോ. അതെ. അപ്പൊ പിന്നെ അവിടെയാണ് ഇവര് കുടുംബസമേതം താമസിക്കുന്നത്. ഭാര്യയും 2 മക്കളുണ്ട്. ഒരു ഭാര്യയും 2 മക്കളുണ്ട് കേട്ടോ. ഇല്ലായിരുന്നു. കാക്കാത്തി തന്നെയാണ്. അതന്നെ നമ്മള് സ്വന്തമായിട്ട് കെട്ടിക്കൊണ്ട് വന്നു. അപ്പൊ ലൗകിക ആരോപണം വന്നില്ല. ഓക്കെ. പിന്നെ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. തുടങ്ങി അടുത്ത കാലത്തൊക്കെ 10 വർഷമായോ? 10 ആയിട്ടില്ല, 5 വർഷം കൂടെ. കൊറോണ പോലെ ഇങ്ങോട്ട് കൂട്ടിയാൽ മതി. അതിന് മുമ്പൊന്നും ലവ് ജിഹാദിന് വലിയ ഓട്ടം വന്നില്ല അല്ലേ? അപ്പൊ ഈ നമ്മൾ പറഞ്ഞു വന്ന ഈ MDMA കേസാണ്. MDMA കേസ് ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സർക്കാർ, നമ്മളുടെ പോലീസ്, നമ്മളുടെ പിന്നെ എക്സൈസ് കൂടാതെ നമ്മുടെ മത നേതാക്കന്മാര് പിന്നെ അഭിനയിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരല്ല, അല്ലാത്ത സർവ്വ ആൾക്കാർക്കും മനസ്സുകൊണ്ട് ഇതിന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ ഒരുത്തനെ പിന്നെ മയക്കുമരുന്ന് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ MDMA തിന്നുന്നു അല്ലെ അതിന്റെ അഡിക്റ്റ് ആയി പോയി എന്നുള്ളത് അവൻ ചെയ്യുന്ന ഒരു വലിയ ക്രിമിനൽ കുറ്റമല്ല. അവന്റെ സാഹചര്യങ്ങളും കൊണ്ട് അവൻ അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ അവനെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തുമ്പോഴാണ് നമ്മുടെ മഹാത്മ്യം വരുന്നത്. ഇതിപ്പം ഞാൻ മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാം വന്നിട്ട് അഭിനേതാക്കളാണ്. അണ്ടാ 24-ന്റെ ശ്രീകണ്ഠൻ നായർ സാറ് പിന്നെ ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് മൊത്തം അഭിനേതാക്കളാണ്. ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവന്മാരെല്ലാം കൂടെ അഭിനയിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇനി അത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ സിനിമയിലെ കാണുന്ന മാതിരി. പിന്നെ ശവപ്പെട്ടിക്കകത്ത് മറ്റേ പക്ഷെ ആത്മാർത്ഥത ശ്രീകണ്ഠൻ നായർ സാർക്കിന് ആത്മാർത്ഥത കാണില്ലെന്നൊന്നും ആയിക്കൊണ്ട്. അതുകൊണ്ടാണല്ലോ ആൾ ഇങ്ങനെ ദൗത്യം ഏറ്റെടുത്ത് ഇത്രയും കഷ്ടപ്പെടുന്നത്. പക്ഷേ മറ്റുള്ള ആളുകള് എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണം. അവരവരുടെ നാട്ടിലുള്ളവരെ പിന്നെ ഉടനെ പിടിച്ച് പോലീസിന് കൊടുക്കുന്നതോ എക്സൈസിന് കൊടുക്കുന്നതോ ഒറ്റ കൊടുക്കുന്നതോ ഒന്നും അല്ല മഹാത്മ്യം. അവരെ കൂടെ നിർത്തണം. അവർക്ക് പിന്നെ ഇതുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വേറെ ചില തന്തരാഴിയോടെ ഞാൻ പറയും. കേൾക്കാൻ തയ്യാറാണെങ്കിൽ കേട്ടാൽ മതി. പിന്നെ നമ്മുടെ നാട്ടിലൊരു ആത്മഹത്യ പ്രിവെൻഷൻ സെൽ എന്ന് പറഞ്ഞൊരു 1056 മറ്റാണ്. ആത്മഹത്യ ചെയ്യാൻ മുട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ വിളിക്കണമെന്നാണ് വെപ്പ്. പക്ഷെ ആ മൈലുകളെ വിളിച്ചു പോയെങ്കിൽ വിളിച്ചു പോയെങ്കിൽ നമ്മൾ പോയി ആത്മഹത്യ ചെയ്യും. അതാണ് അവരുടെ കണ്ടീഷൻ. എന്ന് പറഞ്ഞിട്ട് ഉള്ള ഡീഅഡിക്ഷൻ സെന്ററുകളൊന്നും വരാതെ ഇത്രയധികം വ്യാപകമായിട്ട് പിന്നെ എന്താ പറയുന്നത് മയക്കുമരുന്ന് നമ്മുടെ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ആയിട്ട് ഒരൊറ്റ ഡീഅഡിക്ഷൻ സെന്ററെങ്കിലും പ്രാവർത്തികമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ എങ്കിലും ഞാൻ കണ്ടില്ല. പിന്നെ ഇവര് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പല കേസുകളിലൊക്കെ പോലീസ് പിടിക്കുന്നത് ഈ പിന്നെ ഡ്രഗ് അഡിക്റ്റുകളെ പിടിക്കേണ്ട പണി പോലീസിന്റെ അല്ല, പോലീസിന്റെ സേവനം ആവശ്യപ്പെടാവുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനൊക്കെയുള്ള സംവിധാനം വേണം. പക്ഷെ നമ്മളെ ഭരിക്കുന്നവന്മാരും അതൊന്നും ഇതുവരെ ആലോചിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ അടുത്തൊരു ഗ്രാമമുണ്ട് ഇവിടെ. അവിടെ കുറെ പിന്നെ നമ്മൾ പുള്ളിയറ കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോ തെക്കുമേടന്ന നമ്മളെ കുറച്ചന്ന് പോയതാ. ഒരു അവിടെ പോയില്ല, കാപ്പി കുടിക്കാൻ പോയില്ല. ആ കാവ്യം കൊണ്ട് അവിടെ കുറെ കുറച്ചു കാലം മുമ്പ് കുറെ ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. അവിടുത്തെ ആ കോളനിയിലെ ആൾക്കാരിൽ കുറെ പേര് അവിടെ പിടിച്ചു പറി ഇതുപോലെ പിന്നെ മയക്കുമരുന്ന് ഉപയോഗം, വാറ്റ്, മോഷണം, ഇതെല്ലാം ഉണ്ടാകും. അവരെയൊക്കെ എന്ത് ചെയ്യുന്നറിയാം, അവിടുത്തെ ഊര് വിലക്കി. അവിടുന്ന് ആ ഊര് തലവന്മാര് ഊര് വിലക്കി അവിടുന്ന് വേറെ ഊരിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു. നാട്ടുകൂട്ടം എന്നാ തമിഴ്നാട്ടിൽ പറയുന്നത്, കൂടിയിട്ട് അവരെ ഊര് വിലക്കി. ഈ കുടുംബങ്ങളെല്ലാം അവിടുന്ന് 10-15 കുടുംബത്തിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അവരെല്ലാം അടുത്ത ഒരു ഗ്രാമത്തിൽ പോയി താമസിച്ച് അവിടെ ഇപ്പം പരിപാടിയാണ്. അവിടെ ഇപ്പം പോലീസിന് എല്ലാം എളുപ്പമാണല്ലോ. ഇതുപോലെ പലരെയും ഊര് വിലക്കി നമ്മുടെ കേരളത്തിൽ നിന്ന് വിടണം. അല്ല, ഊര് വിലക്ക് വിടുകയല്ല, അവർക്ക് ജീവിക്കേണ്ട അവസരം നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കണ്ടേ? അവർക്ക് ജീവിക്കാൻ എന്തെല്ലാം പണി ചെയ്ത് ജീവിക്കാൻ, ബംഗാളികൾക്ക് മുഴുവൻ ഇവിടെ ജീവിക്കാൻ. പിന്നെ നമ്മുടെ അതൊരു ഒരു ഫാക്റ്റാണ്. ഞാൻ പറയുന്നത് മാത്രമേ ജീവിക്കാൻ പറ്റൂ. നമ്മൾ നമ്മുടെ കേരളത്തിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ജോലി വേണം, ഞാൻ എന്ത് പണി ചെയ്യാൻ തയ്യാറാണ്. ഞാനൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ആളിൻ്റെ അടുത്ത് എന്ന് പറയാം എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കത്തില്ല. മലയാളിയെ പണിക്ക് വിളിക്കത്തില്ല, പണി ചെയ്യത്തില്ല. അതുകൊണ്ടാ അല്ല, അത് അങ്ങനെ ആക്കി. ഇതല്ല ഇവിടുന്ന് പിന്നെ അങ്ങ് പുറം രാജ്യത്ത് ദുബായിലും അവിടെ ഇവിടെ പെടുന്ന മരിച്ചു പണിയെടുക്കും. ഞാനിപ്പോ പറയുന്നത് എന്താണെന്നറിയോ, കേരളത്തിൽ നിന്നുള്ള ഈ ബംഗാളിയും ബീഹാറിയും മുഴുവൻ അടിച്ചു കൊടുക്കുന്നത്. ഇവന്മാര് മൊത്തം ക്രിമിനൽസാ.
ക്രിമിനൽസിന്റെ അങ്ങേ അറ്റവന്മാര്. പിന്നെ അവിടുന്ന് പിന്നെ നമ്മുടെ ഇവിടുത്തെ ആധാർ കാർഡ് ഒരു പിന്നെ രഹസ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ വരുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് നാട് കടന്നു വന്നിട്ട് പിന്നെ ഒറിജിനൽ ആധാർ കാർഡ് ബംഗാളിൽ വന്നിട്ട് ബംഗാളിൽ നിന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ആ ആധാർ കാർഡുമായിട്ട് എന്നാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം. വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് പണ്ടൊക്കെ ഈ UP-യിലൊക്കെ ക്രൈം ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് നാട് വിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിന്നെ ബംഗാളിലെയും ബീഹാറിലെയും ഒറീസയിലെയും ഒക്കെയുള്ള ഈ ക്രിമിനൽസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളത് പറയാൻ പാടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിഥികളല്ലേ? അതെ, ഈ ഒന്ന് അതിഥികള്, രണ്ടാമത് ഇവരെല്ലാം ഈ കക്കന്മാരാണ്, നിങ്ങളുടെ ആൾക്കാരാ. അതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് അതുകൊണ്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാ ഓർക്കുന്നേ, ഈ പിന്നെ ക്രിമിനൽസിനൊക്കെ ഭയങ്കര മതമൈരാണ്. അതറിയാം. അത് ഈ പാവങ്ങൾക്കേ ഉള്ളു ഈ വെട്ടും കുത്തും ഒക്കെ ഉള്ളു, രാഗനും പാവങ്ങള്. മറ്റവർക്ക് ഭയങ്കര മതമൈരാണ്. ഈയിടെ ഞാൻ പിന്നെ പിണറായി നടത്തിയ പിന്നെ ഇഫ്താർ പാർട്ടിയാന്ന് തോന്നുന്നു. അപ്പൊ മലന്നിരുന്ന് ഓരോരുത്തന്മാര് വാരി വിഴുകുന്ന കാണണം. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, പിന്നെ ഏതാന്ന് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. എന്തോരും മതമൈര്. അതേസമയം സാധാരണക്കാരൻ്റെ അടുത്ത് അവന്റെ ചെവിയിലോട്ട് ഈ വിദ്വേഷം പറഞ്ഞ് പിന്നെയും കുത്തി വെച്ചുകൊണ്ടിരിക്കുക. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, കാക്ക അങ്ങനെയാണ്, മുസ്ലിം ഇങ്ങനെയാണ്, ക്രിസ്ത്യാനി ഇങ്ങനെയാണ്, ഹിന്ദു ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട്. ശരിയല്ലയോ? അതാണ്ട് ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾ കേട്ട് കാണും, നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ എത്ര പ്രാവശ്യം കാക്ക എന്ന് പറഞ്ഞു. സത്യത്തിൽ പിന്നെ ഇനി അതിനെക്കാട്ടി വലിയ കോമഡി ഉണ്ട് കേട്ടോ. ഈ കക്ഷി പിന്നെ കറ തീർന്ന മുസ്ലിമാണോ? അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. മുസ്ലിമാണ് ജന്മം കൊണ്ട്. ഇപ്പൊ ഞങ്ങള് ചോമാരുടെ കാര്യം പറഞ്ഞു. അതാണ്. അപ്പം പിന്നെ ഈ കക്ഷി പലപ്പോഴും ഫോൺ ചെയ്യുമ്പം എനിക്കാണെങ്കിൽ നാച്ചുറലി ഞാൻ വടക്കേന്ത്യയിൽ ജീവിച്ചതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് പിന്നെ നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട് രാമറാമാണ് പൊതുവെ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇയാൾ വിളിക്കുന്നുണ്ട്, ഞാൻ രാമറാം പറയും. ഇയാൾ എന്നോട് തിരിച്ചു പലവട്ടം രാമറാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വല്ല കുഴപ്പം പറ്റിയോ? എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പൊ എന്ന് പറയുന്ന വിട്ട് അയാളിപ്പോ ഞങ്ങളുടെ രാമനെ അയാളെന്ന് വിളിച്ചോണ്ട് അയാൾക്ക് എന്തായാലും കഴിഞ്ഞു പോകുന്നുള്ള വിശ്വാസം എനിക്കും ഇല്ല. പക്ഷെ അത് നമ്മുടെ വടക്കേന്ത്യയിലൊക്കെ അതൊരു വിഷിംഗ് നമ്മളിപ്പോ കണ്ട അതെ ഇവിടെ നമ്മള് ഗുഡ് മോർണിംഗ് പറയുന്നോട്ട് വിഷ് ചെയ്യുകയാണ്. അവിടെ എല്ലാരും പറയും. ഞാൻ അവിടെ വർക്ക് ചെയ്താണ്. നമ്മുടെ പിന്നെ കമ്പനിയുടെ മുതലാളി വന്ന് നമ്മുടെ അടുത്ത് റാം പറയും, നമ്മളും പറയും. അത്രേ ഉള്ളൂ. വർക്കേഴ്സും അതൊരു വിഷയം, അതപ്പോ തീരുന്നു. അല്ല പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ. എന്നെ വിഷയം പിന്നെ പ്രത്യേകിച്ച് ഈ രാമറാം പറഞ്ഞ് പഠിപ്പിച്ചാരെന്നറിയോ? ശരിക്കും വന്നിട്ട് പിന്നെ ഒരു 82 കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഹരിദ്വാർ ഋഷികേശ് എന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമാണ്. അതിന്റെ അടുത്ത് സ്ഥലം കറക്റ്റ് പറയാൻ പാടില്ലെന്നാണ്. അതിന്റെ അടുത്തൊരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ ക്യാമ്പ്. അപ്പം പിന്നെ ഞാൻ എല്ലാ ദിവസവും ഓടാൻ പോകും, പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ റോഡിലൂടെ നടന്നു വരുന്ന പ്രായം കൂടിയ ആൾക്കാരെല്ലാം വന്നിട്ട് നമ്മളെ വിഷ് ചെയ്യും. അപ്പം ഇവര് നമ്മൾ അങ്ങോട്ട് മിണ്ടുവന്നു, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആളെന്ന് നമുക്ക് ഇപ്പം പിന്നെ ഒരാളുടെ വിഷ് ചെയ്യണമെന്നുള്ള ഇതൊന്നും ഇല്ലല്ലോ. വിഷ് ചെയ്യത്തുമില്ല, നമ്മള് ചിലപ്പോൾ കൈയൊക്കെ കാണിക്കത്തേ ഉള്ളൂ. അപ്പൊ ഇവരെല്ലാം വരുന്നവരെല്ലാം എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാരാണ്, അത്യാവശ്യം വിദ്യാഭ്യാസം ഇവരൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇവർ ഈ രാം പറയും. അങ്ങനെ ഒരു പ്രാവശ്യം കേട്ട് 2 പ്രാവശ്യം കേട്ട് ദിവസം ഒരു 10 വട്ടം ഇത് കേൾക്കുന്നു. പിന്നെ യൂണിറ്റിലാണേലും ഞങ്ങളുടെ പട്ടാളത്തിലാണേലും നമ്മള് പിന്നെ ജയ്ഹിന്ദ് സാർ, ഒരാളിനെ നമ്മുടെ സീനിയർ ഓഫീസറിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സല്യൂട്ട് അടിച്ച് ജയ്ഹിന്ദ് സാർ എന്നാണ്. പിന്നെ അതുപോലെ പിന്നെ ചില സമയത്ത് നമുക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാം സാർ എന്ന് പറയും. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ വേറൊരു കാര്യം, ഈ പട്ടാളത്തിൽ വന്നിട്ട് അമ്പലമോ പള്ളിയോ ഏതെങ്കിലും കാണും. അത് അവിടുത്തെ പൂജാരിയെ ഏതാണ് അനുവദിച്ച് കിട്ടിയേക്കുന്നത് അതനുസരിച്ചിരിക്കും. ചിലയിടത്ത് ഇപ്പം പിന്നെ ഈ പള്ളിയിലച്ഛനാണെന്നുണ്ടെങ്കിൽ ഫാദർ, എന്റെ അല്ല പാതിരി എന്ന് പറയാം. പാതിരി എന്ന് പറയുമ്പോഴതിന് കറക്റ്റ് അല്ല, മറ്റേ മീനിങ് മാറിപ്പോ. നിങ്ങൾ വിചാരിക്കും എന്റെ അച്ഛനവിടെ ഇല്ലായിരുന്നു, എന്റെ അച്ഛനായിരുന്നു. ഈ പാതിരി ആണെങ്കിൽ പാതിരി ആയിരിക്കും, പിന്നെ പൂജാരി ആണെന്നുണ്ടെങ്കിൽ ഹിന്ദു പൂജാരി ആയിരിക്കും. ഇവർക്കെല്ലാം വന്നിട്ട് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഈക്വലായിട്ടുള്ള സുബേദാർ മേജർ പദവിയുണ്ട്. ഗസ്റ്റഡ് അല്ല, എന്നാലും ആ പദവിയുണ്ട് അവർക്ക്. അവിടെ പൂജ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാതിരിയാണുള്ളതെന്നുണ്ടെങ്കിൽ പള്ളിയിൽ അവരവരുടെ ഇതനുസരിച്ചുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സമുദായക്കാരും അതിനകത്ത് കയറി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ഞാൻ മുസ്ലിമാണ്, ഞാൻ അവിടെ കയറില്ല, അല്ലെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ കയറില്ല, അല്ലെ ഞാൻ ഹിന്ദുവാണ്, കയറില്ല, അങ്ങനെ ഒന്നുമില്ല. ഞാനതൊന്നും ഈ പട്ടാളത്തിൽ കണ്ടിട്ടില്ല.
പക്ഷേ ഇതെല്ലാം ഇവിടെ വന്നതിന് ശേഷം ഈ വേറൊരു കാര്യം പറയാൻ, ശരിക്കും പട്ടാളത്തിൽ നിന്നൊക്കെ വന്ന് നിങ്ങളുടെ ഇടയ്ക്കോട്ട് ജീവിക്കാൻ വന്നപ്പോഴാണ് കള്ളത്തരം മുഴുവൻ കാണുന്നതും കള്ളത്തരം പഠിച്ചു തുടങ്ങുന്നത്. പഠിക്കണം. അതില്ലാതെ നിങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അയ്യോ പഠിക്കണം. ഈ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ അതില്ലാതെ പിന്നെ നമ്മുടെ ഇന്ത്യക്കകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. മതവിശ്വാസം ഒന്നൊന്നര വിശ്വാസം തന്നെ. കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ കളയാൻ വേണ്ടിട്ട്. ഇത് ലൈവില് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നില്ലേ? നോക്കട്ടെ, ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. ലൈവിലാ ഇങ്ങനെ ഇരിക്കട്ടെ. വളരെ കയ്യിൽ പിടിച്ചോണ്ടിരുന്നിട്ട് ദേഷ്യം വരും പുല്ല്. അപ്പം പിന്നെ ഈ അവിടെ ഗുരുദ്വാര ഇല്ലേ? ഗുരുദ്വാരയുണ്ട്. അവിടെ സിഖുകാരല്ല അവിടെ ആയിരിക്കും പോകുന്നത്. അല്ല, സിഖുകാരെന്നല്ല. അവിടെ ഒരു ഇത് നടക്കുന്നു. ഇപ്പൊ പിന്നെ നമ്മള് മൂവ് ചെയ്യുക, മൂവ് ചെയ്യുന്ന യുദ്ധത്തിനോ അല്ലെങ്കിൽ എക്സസൈസിനോ എന്തിനായാലും മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂജ നടത്തിയിട്ടാണ് പോകുന്നത്. അതെല്ലാരും വരും. അല്ലാതെ അവിടെ ഞാൻ പറഞ്ഞില്ല ഇന്നൊരു വിഭാഗത്തിനെന്ന് പറഞ്ഞിട്ടൊരു ഇതവിടെ ഇല്ല പട്ടാളത്തില്. നമ്മുടെ ചുനാപ്പി ഇവിടെ ഇരിപ്പുണ്ട്, ദൂരിച്ചുകൊണ്ട് വേണം കേട്ടോ. ഞാനൊരു മുൻകരുതലിനെടുത്ത് വെച്ചതാ. ഞാൻ എന്റെ പരിക്കകത്തിരുന്ന് എന്നെ വന്നിട്ട് വഴിപാട് കൊണ്ട് വന്നിട്ട് എന്നെ വിളിക്കുക, ഇറങ്ങി വാന്ന്. എന്താ കണ്ടു വന്നത്? വടിയും കൊണ്ടല്ലേ വന്നത്? ഞാനിത് സ്റ്റോക്ക് വെച്ചേക്കില്ല, അതുകൊണ്ടാണല്ലേ അത് എന്നെ കൊല്ലാൻ അങ്ങ് ഓടി നടക്കാം. ആൾക്കാർ മുട്ടി നടക്കുക എന്നെ കൊല്ലാൻ. ഇതെങ്കിലും കൊണ്ടുവരണ്ടേ നമ്മള്? നിങ്ങൾ വടിയും കൊണ്ടായിരിക്കുന്നത്, നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ? അല്ല, എനിക്ക് അതിനു വേണ്ടി കൊണ്ടുവന്നു. എനിക്ക് സത്യത്തിൽ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇവിടെ പിന്നെ തമിഴ്നാട് ആയതുകൊണ്ട് ഇത് അനുവദം തന്നെയാണ് കേട്ടോ. പ്രശ്നം ഇതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രശ്നമില്ല. അതുപോലെ നമുക്ക് പിന്നെ നമ്മുടെ ഇടയ്ക്കും അതുപോലെ വിദ്വേഷമൊന്നും ഇല്ലല്ലോ. നമുക്ക് വഴിപാടെടുക്കേണ്ട ഒരു സാഹചര്യമില്ല. അതുപോലെ നമ്മുടെ നേതാക്കന്മാർക്കേ ഉള്ളൂ, അവരൊക്കെ ചെയ്തോട്ടെ. നമ്മുടെ നേതാക്കന്മാരൊന്നല്ല അവര്. പക്ഷെ എനിക്കിപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പിന്നെ അത് മോശമാണ്, അതുകൊണ്ട് പറയുന്നില്ല. അത് ശരി. പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ചക്ലോത്തിയൊക്കെ അതിന് പറയുന്നത്. ചക്ലോത്തിയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു പഫും ഒക്കെ അടിച്ചിരിക്കുമ്പോ ഒരു സുഖമുണ്ട്. ഏതാ മറ്റേ ഇടുക്കി കൊണ്ടൊന്നുമല്ല കേട്ടോ. മലബാറായിരിക്കും. നമ്മൾ അവിടെ വരെ ഒന്നും പോകത്തില്ല, അതിനുള്ള ആംബിയർ ഇല്ല നമുക്ക്. കട്ടൻ ചായ വേണേ കുടിക്കും. ഞാൻ എന്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമൊക്കെ നിങ്ങളൊക്കെ കരുതി കാണും ഞാൻ അടിയുടെ ആളാണെന്ന്. പക്ഷെ പിന്നെ കിട്ടുന്ന കൊട്ട പോലും മേടിക്കുന്നില്ല. അതെ, എന്തൊരു മനുഷ്യൻ. പിന്നെ ഇതെങ്ങാനും നമുക്കുണ്ടായിരുന്നു. ഇതടിക്കാതെ തന്നെ നല്ലോണം പെരുത്ത് കിടക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് രാവിലെ എടുത്തിട്ട് എനിക്കൊരു താക്കതാക്കി. ഞാന് നമ്മുടെ ടീംസ് എല്ലാം അങ്ങോട്ട് പോയേക്കുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ റോഡിൽ കയറി നിൽക്കുക, അപ്പുറത്തെ റോഡ്. ഒറ്റ വന്നിട്ട് എന്നടി ചോദിക്കുന്നത്, നിങ്ങൾ ഇത്ര പ്രായമായിട്ട് നല്ല പയറുമാരി ഇരിക്കുകയെന്നുള്ളത്. ശരിക്കും അടി കൊടുക്കേണ്ട കേസാ. ഒരുത്തന്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണു വെക്കാൻ പാടുണ്ടോ? അപ്പോഴേ ഒരു മുളകെടുത്ത് വിഴിഞ്ഞ്. ആ മുളകില്ലായിരുന്നു അവിടെ. അത് വന്നിട്ടെല്ലാം ചെയ്യണം കേട്ടോ. ചെയ്യണം. അടുപ്പ് തീയത്തിക്കുന്നുണ്ടോ? അടുപ്പില്ലല്ലോ. പോയി നിങ്ങൾ പെട്ട് ഒരു 10 മണം എടുത്ത് കീറിയിട്ടേ മുറിച്ചിട്ട് ഇങ്ങനെ തലക്കിഴിച്ച് അടുപ്പിട്ട് അതിന്റെ മണം ശ്വസിക്കണം. ഞങ്ങളുടെ കൊച്ചു വർത്താനം കേൾക്കാൻ ഞങ്ങളെ പിന്തുടർന്ന് വന്ന നിങ്ങളേവർക്കും ഞങ്ങളുടെ ഒരു ഹായ്. ശരിക്കും വന്നിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. എങ്ങനെയൊക്കെ വഴി പഴച്ച അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ചുറ്റി കറങ്ങി അവസാനം ഇവിടെ വന്നു. ഇനി എന്തായാലും ഒരു 12 മണിക്കൂർ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങള് താമസിക്കാതെ ഒരു 12 മണിക്കൂർ ലൈവ് വെക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് ഇനി ആരെങ്കിലും മഹാന്മാര് പോയി 12 മണിക്കൂർ ലൈവ് ഉണ്ടാക്കുമെന്ന് എനിക്കത്. വേറെ കാര്യം ശ്രദ്ധിച്ചോ അത്രേ ചെയ്യട്ടെന്ന് അല്ല, സ്മരണ വേണം. വേറൊരുത്തന്റെ ഉച്ചിഷ്ടം മാറി വിഴുങ്ങുന്നുണ്ട്, അതിന്റെ സ്മരണ വേണം. അതേ ഉള്ളു. നിങ്ങൾക്കറിയാവോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചെയ്ത ആദ്യത്തെ ഇതുപോലത്തെ ലൈവ് വീഡിയോ ലൈവായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണും പലരും. അതെനിക്ക് അഫ്സലിന്റെ ചാനലിൽ അത് വന്നെന്ന് തോന്നുന്നില്ലേ? അഫ്സലിന്റെ ചാനലിലെ മറ്റേ അത് വന്നേക്കുന്നത്. അപ്പം ആ വീഡിയോ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരിരുന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ഇതുപോലത്തെ കാഷ്വൽ ടോക്ക് ആയിരുന്നു. ആ കാഷ്വൽ ടോക്കില് പിന്നെ അത് വന്നതിന് ശേഷം ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം, യൂട്യൂബിനകത്ത് ഇത്തരം കാഷ്വൽ ടോക്കുകൾ ഇപ്പോൾ ഒരുപാട് വരും. നല്ല കാര്യമാണ്, പക്ഷെ ഒരു സ്മരണ വേണം.
എന്ന് പറയും. ഒരാൾ ഇരുന്നോണ്ട് ചെയ്തതൊക്കെ ഇപ്പൊ രണ്ടുപേര് ചേർന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെയാ പറയുന്നത്. പിന്നെ പല പ്രൊഫഷണൽ ചാനലുകാർ നമ്മളൊക്കെ നമ്മള് പാവങ്ങള് ദാരിദ്ര്യം നമ്മളെ അനുകരിക്കുന്നുണ്ട്. വലിയ വലിയ ആൾക്കാർ നമ്മള് ഇമ്മ ഒരു ഫോണും വെച്ചുകൊണ്ട് പിന്നെ മുക്കാൽ ചക്രത്തിന്റെ ഒരു ഫോണും വെച്ചുകൊണ്ടുള്ള കലാപരിപാടിയാണ് നമ്മള്. പക്ഷെ ഇപ്പൊ ഞങ്ങള് 12 മണിക്കൂറിന്റെ ലൈവ് പറയുന്നെങ്കിൽ അതിന് ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണി വരെ. 6 മണി വരെ. ഞങ്ങൾ അതിന് ചില അറേഞ്ച്മെന്റ്സ് ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി വെയിറ്റിംഗിൽ നിൽക്കുന്നത്. താമസിയാതെ കാണും. നിങ്ങളെല്ലാരും കാണാൻ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാര്യം ഞങ്ങൾ പറയുന്നത് പിന്നെ ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളോ ഞങ്ങളുടെ പിള്ളേരുടെ കാര്യങ്ങളോ ഒന്നും അല്ല. ടിക്കറ്റ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് കാണാം. അത് നാട്ടുകാർക്ക് ഇട്ട് താങ്ങ് കൊടുത്താണല്ലോ. ഈയിടെ ഒരു ചാനലുകാർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി പറയുന്നുണ്ട് നമ്മുടെ ചാനൽ എപ്പോഴും ഫ്രീ ആയിരിക്കും, നമ്മുടെ ചാനൽ എപ്പോഴും ഫ്രീ ആയിരിക്കും. പിന്നെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടിട്ടാണ്. പിന്നെ ഇതിന്റെ മുതലാളി, ഗൂഗിളിന്റെ മുതലാളി ഇപ്പൊ ആരാന്ന് ഏതെങ്കിലും ഒരു മുതലാളി ഇവരിത് വെച്ചേക്കുന്നത് എന്തിനാ? നാട്ടുകാർ ഫ്രീ ആയിട്ട് വന്ന് കണ്ടോണ്ട് പോകാനാ. ഇതുപോലെ 2 തെറി വിളിക്കുന്നുണ്ട്. പിന്നെ കാശ് കൊടുക്കാൻ തെറി വിളി കേൾക്കാവുന്ന ഒരു മേഖലയാണ്. ഞാൻ തന്നെ നേരത്തെ ഇന്നൊക്കെ ഒരുത്തരെ വിളിച്ച കാര്യം പറഞ്ഞില്ല. അവനെയൊക്കെ വിളിച്ച് തെറിയൊക്കെ ഇരുന്നതിലാക്കി നിങ്ങൾ എന്നെ തീ വെച്ചു കൊല്ലും. പലരും നമ്മളെ അങ്ങനെ വിളിച്ചെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. വിളിച്ചോ, നിങ്ങൾ വിളിച്ചോ, അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മളെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ ഞാൻ കട്ടപ്പച്ചയ്ക്ക് നല്ല ഒന്നാമത് തിരിച്ചു വിളിക്കും. അത് ഏത് പൊന്നുപോനായാലും. അത് മറ്റേ ന്യൂട്ടന്റെ ചലനനിയമം അറിയാലോ. ഓപ്പോസിറ്റ് റിയാക്ഷൻ. തന്നെ അതെ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും വിളിക്കും. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഈ കാഷ്വൽറ്റൊക്കെ കണ്ടിട്ട് നിങ്ങളാരും വടിവാളെടുക്കാനും തമ്മിൽ തല്ലാനും വെട്ടാനും കൊല്ലാനും ഒന്നും നടക്കണ്ട. നമുക്കെല്ലാം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ കുടുംബം പോറ്റുക. ഈച്ചയുണ്ട്, ഈച്ച വരുന്നുണ്ട്, മഴ പെയ്തതിന്റെ. നമ്മുടെ കുടുംബം പോറ്റുക, നമ്മുടെ മക്കളെ നല്ല നിലയിൽ എത്തിക്കുക. മാതാപിതാക്കളുടെ പ്രധാന ലക്ഷ്യം തന്നെ അവരുടെ മക്കളെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പിന്നെ നമ്മളുടെ മക്കൾ പഴച്ചു പോകുന്നതിന്റെ മുഖ്യ കാരണക്കാരും നമ്മൾ മാതാപിതാക്കളാണെന്ന്. യോജിക്കുന്നുണ്ടോ അസുലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ അവരുടെ ചെറിയ പ്രായത്തിൽ നമ്മളുടെ പ്രാരാബ്ദങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ കാശുണ്ടാക്കാനും അരി മേടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് തന്തമാര് കിടന്ന് എട്ടോട്ട് ഓടും. ഈ തന്തമാര് പോക്രികളാണെങ്കിൽ എന്നെ പോലുള്ളവരാണെന്നെ വീട്ടിൽ ചെലവിന് കൊടുക്കത്തില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെലവിന് കൊടുക്കത്തില്ല, തള്ളമാർക്ക് വേറെ പണിക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പിള്ളേരെ നോക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ അവസാനമായി ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ട് നന്നായി വരുള്ളൂ, നമ്മുടെ മക്കൾ നല്ല നില വരുള്ളൂ. നമ്മളുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമ്മളുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞു വളരണം. ഇന്നലെ എനിക്ക് കലിപ്പെടുത്ത വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു 10-15 വയസ്സുള്ള ഒരു മലയാളത്തുകാരൻ ഉണ്ട, അങ്ങനെ പറഞ്ഞ പോലെ ആമാ, ഒരു മലയാളത്തുകാരൻ ചെറുക്കൻ 15 വയസ്സേ കാണുകയുള്ളൂ. 4-5 പേര് അവര് പിന്നെ അവിടെ വന്ന് വണ്ടി നിർത്തി അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ആട്ടുകൂട്ടത്തിനെ കണ്ടുകൊണ്ട് ആ ചെറുക്കൻ ചോദിക്കുക, 10-15 വയസ്സുള്ള ചെറുക്കൻ ചോദിക്കുക, ഇത് മാനില്ലയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് പറഞ്ഞു പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമാണ്. 15 വയസ്സുള്ള ചെറുക്കൻ ചോദിക്കുക, ഇത് മാനല്ലയോ? ആടിനെ മാനിനെ തിരിച്ചറിയാൻ വയ്യാത്ത ഈ മലരുകൾ വളർന്നു വന്നാൽ നാളെ ഭൂമിക്ക് ഭാരമാകും എന്നാണ് ആദ്യം പറഞ്ഞത്. ദുബായിലായിരുന്നപ്പോഴേ ഒരു ഫാമിലി വീട്ടിൽ പോയി. അപ്പം അവിടുത്തെ ഒരു കൊച്ച്, ഒരു 10 വയസ്സുണ്ട്. ആ കൊച്ചു ചോദിക്കാം, ചോറൊക്കെ അരി എടുത്തപ്പോ ഈ അരി ഏത് മരത്തിലാ കായ്ക്കുന്നത്? മലയാളിയാണോ? മലയാളി. അയ്യോ, അതിൽ ചോറും ഒക്കെ ഉള്ളു. ഈ അരി എന്തോ മരത്തിലാ കായ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ അരിമരമാന്ന് പറഞ്ഞു. അല്ല, അതുപോലും പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ പിള്ളേര് പിന്നെ നിങ്ങള് തന്തയും തള്ളയും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലും കൊണ്ടാണ് റോഡ് നീളെ ഇറങ്ങിയാണെങ്കിൽ തെണ്ട് നടന്ന് കറങ്ങി നടന്നിട്ട് അതാണ് MDMA അവന്റെ എല്ലാം കൂടെ കച്ചവടത്തിൽ. നിങ്ങള് പിന്നെ കമ്മട്ടം നടത്തിയും കഷ്ടപ്പെട്ടും പിടിച്ചു പറിച്ചും കുറെ ഉണ്ടാക്കി വെച്ചോണ്ട് ഒരു ഗുണവും. കാര്യം അത് നിങ്ങളുടെ മക്കള് നശിപ്പിക്കും, നിങ്ങളുടെ മക്കളും നശിക്കും. അതെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ പണം നിങ്ങളുടെ മക്കളെ നശിക്കാൻ ഉപയോഗിക്കരുത്. നിങ്ങള് പോട്ടെ, പണ്ട് നിങ്ങൾ കാറൊക്കെ മേടിച്ച് പോർച്ചിലിട്ടത് നാട്ടുകാരെ കാണിക്കാനായിരിക്കും. പക്ഷെങ്കിൽ ആ കാറ് നിങ്ങൾക്ക് ഓടിക്കാനും ഓടിച്ചുകൊണ്ട് നടക്കാനുള്ള യോഗമില്ല. നിങ്ങളത് ആഗ്രഹിക്കുന്നോ അർഹിക്കുന്നോ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾ അതുകൊണ്ട് നടന്ന് കാണിക്കുന്ന വിക്രിയകൾ നിങ്ങൾ തിരക്കിയില്ലെങ്കിൽ പലരും മാതാപിതാക്കൾ അറിയുന്നില്ല. നിങ്ങളുടെ പരമ്പര ഇതോടെ തീരുവാണ്, നിങ്ങളുടെ മക്കളുടെ കാലം കൊണ്ട്. ഞാൻ മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്,
പിന്നെ ചില ആൾക്കാര് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പോയിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കി വക്രിച്ചുണ്ടാക്കി കാശ് മുഴുവനും വെച്ച് സ്വരുക്കൂട്ടി വലിയ വലിയ സമ്പത്തുണ്ടാക്കി. പക്ഷെ അടുത്ത ജനറേഷൻ വന്നു കഴിഞ്ഞാൽ മൊത്തം മൂടിച്ച് വാരുമായിരുന്നു. ഇപ്പം ഒന്നും അല്ലാതായി എന്ന് പറയുന്നോട്ട് പണം ഉണ്ടാക്കണം, പണം ജീവിക്കാൻ പണം വേണം, ഇല്ലാതൊന്നും പറ്റും. പക്ഷെങ്കിൽ അതിനൊരു മര്യാദ വേണം. അതില്ലെന്നുണ്ടെങ്കിൽ എവിടുന്ന് വെട്ടിപ്പിടിച്ചൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം. ഇപ്പൊ നമ്മള് എന്താ ഗോകുലം ഗോപാലിനെ പറ്റി കാണുന്നു. ഗോകുലം ഗോപാലിന് ഇട്ടുമൂടാനുള്ള സ്വത്തൊന്നും അല്ല, അതിലേക്ക് അപ്പുറത്ത് സ്വത്തുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുള്ളവനാണ്. ആ ആക്രാന്തം വെപ്രാളം പിടിച്ച് കിടന്ന് ഓടുന്ന കാരണമാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആസനത്തിൽ മുട്ട വെച്ചാ വേഗുന്ന മാതിരി ഓടി നടക്കുക. ഉണ്ട്. ഈ 10-75 വയസ്സ് കാണത്തില്ലേ മകൻ, ഈ 10-75 വയസ്സായവന് ഇനി അഥവാ ഈ കേസിൽ കുറ്റക്കാരനായിട്ട് പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ജീവിതം പാഴായില്ലയോ? എന്തിനാ ഇത്ര നാൾ ജീവിച്ചതെന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരത്തില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മളുടെ കുട്ടികളെ നമ്മൾ നല്ലത് പഠിപ്പിച്ച് നല്ലതായിട്ട് നമ്മൾ മാതൃകയാകണം. നമ്മൾ നേരം എടുത്ത വയ്യോളം പോയി അവിടെ പോയി പിണറായിയുടെ പൂളവെള്ളം കുടിച്ചിട്ട് നടന്നു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ പിള്ളേർ കാണുന്നെന്തോ നമ്മള് അടിച്ച് 4 കാലം വരുന്ന കാണുന്നത്. അത് കണ്ട് വളരുന്ന നമ്മുടെ കുട്ടികൾ പഴിച്ചു പോയെന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാരൻ മാതാപിതാക്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അതിനാരെയാ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ മക്കൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തിരിച്ചു വരുന്നിടം വരെ ഒരു കണ്ണ. അതുപോലെ നിങ്ങൾ അവിടെ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ പിള്ളേരും കഞ്ഞി കുടിക്കണം. അതെ, പിള്ളേരറിയണം നമ്മുടെ വീട്ടിൽ അതിനെ മാർഗമുള്ളെന്ന്. അതറിയത്തില്ലെങ്കിൽ നിങ്ങൾ തോന്നിയ പോലെ വളർത്തി തോന്നിയ പോലെ പിള്ളേര്. ഞാൻ ഒരു കാര്യം പലപ്പോഴും പലയിടത്തും പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഈ ഹോട്ടലുകളിൽ പോയി കമന്ന് കിടക്കുന്ന ആൾക്കാർ എന്തോ അഹൂഹു ഒക്കെ വെക്കുന്നത്. ഞാൻ നല്ലൊരു പാചകക്കാരനാണെന്ന് അഫ്സലിന് അറിയാമല്ലോ, ഞാൻ നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാണ്. എന്റെ അതാത് ദിവസത്തെ രുചിഭേദങ്ങൾ അനുസരിച്ചാണ് ഞാൻ എന്റെ പാചകം മാറിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പാചകം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പ്രൊഫഷണലി അറിയാവുന്ന ഒരു ആളാണ്. പക്ഷെങ്കിൽ പല ഈ ഹോട്ടലുകളിൽ വന്നിട്ട് പെണ്ണുങ്ങളും പല യൂട്യൂബ് ചാനലുകാരും ഒക്കെ എടുത്തിടുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ തോന്നി ഇവന്റെ ഒന്നും വീട്ടിൽ കഞ്ഞിയെ വെക്കത്തില്ലെന്ന്. അങ്ങനെ കഞ്ഞി വെക്കാത്ത വീടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ പണ്ടാരം അടങ്ങി പോത്തേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു ആള് വന്ന് പറഞ്ഞിരിക്കുന്നു 15 വയസ്സം കണ്ടുള്ള ചെറുക്കന് എടുത്ത് വെച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി, വീട്ടിൽ വരും. അതാ പറഞ്ഞേ, അത് നിങ്ങളുടെ വീടിന്റെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ, അത് മുഴുവൻ ഇല്ലാതാകുക. ഒരു വീടിന്റെ ബേസിക് നീഡാണ് കഞ്ഞി വെക്കുക എന്നുള്ളത്. ആ കഞ്ഞി വയ്ക്കുന്നത് തന്നെ ആ വീടിന്റെ ഒരു ഐശ്വര്യമാണ്, ഒരു കൂട്ടായ്മയാണ്. പണ്ട് പറയായിരുന്നു വീട്ടില് അടുപ്പ് രാവിലെ പുകയണം. ഒന്നും വെക്കാനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, അടുപ്പ് തീ കത്തണം. പക്ഷേ അതിനൊന്നും ശ്രമിക്കാതെ ഈ മാതാപിതാക്കള് നിങ്ങളീ വക്രിച്ചുണ്ടാക്കുന്നുണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടെ പിള്ളേർ കൊണ്ടുവന്ന് ഇല്ലായ്മയാകത്തുള്ളൂ. നമ്മള് ശ്രദ്ധിച്ചാലറിയാം, നമ്മുടെ നാട്ടിലെ വലിയ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരനും വലിയ അഴിമതിക്കാരായിട്ടുള്ള ഗവൺമെന്റ് സർവന്റേയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും ഒക്കെ മക്കള് ഗുണം പിടിക്കാതെ പോകുന്നത് തെളിവായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വേണേ 100 കണക്കിന് കൊണ്ട് കാണിച്ചു തരും തെളിവുകൾ ഇഷ്ടം പോലെ. ഡെയിലി ന്യൂസിലൊക്കെ വരുന്നതല്ലേ. ഇനിയെങ്കിലും നിങ്ങളുടെ മക്കളെ നന്നായിട്ട്. അതെ, നിങ്ങൾക്ക് ആകെ ഒരു മുറിയൊക്കെ അല്ല ഉള്ളൂ. ആ മയിലിനെയൊക്കെ നല്ലതായിട്ട് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ കഞ്ഞിക്ക് വെള്ളം കിട്ടും. നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത് നിങ്ങൾ ഉപയോഗിക്കും. മക്കൾക്ക് വേണേ മക്കൾക്ക് വേണേ നീ പോടാ പോയി ജോലി ചെയ്ത് ഉണ്ടാക്കാൻ പറയണം. ഉണ്ടാക്കട്ടെ. അങ്ങനെ എത്ര പേരുണ്ട് നമ്മുടെ ഇടയ്ക്ക്? അതിനുള്ള സാഹചര്യം മാത്രം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾ പട്ടിണി കിടന്നും ദാരിദ്ര്യം പറഞ്ഞും പിടിച്ചു പറിച്ചും കുറെ ഉണ്ടാക്കി നിങ്ങളുടെ മക്കള് കൊണ്ടുവരുന്ന അർമാദിക്കല്ല ആഷ്പോഷ് ലൈഫ് അങ്ങനെ നമ്മക്കറിയില്ല. നിങ്ങൾ പുതിയ പുതിയ ആൾക്കാരും പുതിയ ഭാഷകൾ വരുന്നത് 30 ലക്ഷത്തിന്റെ BMW വന്നിട്ട് പിള്ളേരുടെ മുമ്പിൽ കിടന്ന് അഭ്യാസം കളിക്കുക. അവനെയൊക്കെ കൊടുത്തുവിടുന്ന മാതാപിതാക്കളെ വേണം പറയാൻ, അല്ല വേറെ ആരും അല്ല ഇതിനകത്ത് പറയാണ്ട്. കൊണ്ടുവരുന്ന മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ പറയണം. അത് പറഞ്ഞില്ലയോ ഈ ആളുകൾ വന്നിട്ട് വക്രിച്ചും പിടിച്ചു പറിച്ചും ഉണ്ടാക്കുന്ന സ്വത്ത്. അതെ, നല്ല ചൂട്. വക്രിച്ചും പിടിച്ചു പറിച്ചും ഉണ്ടാക്കിയ സ്വത്ത് ഉണ്ടാക്കിയാല് അത് നിങ്ങളുടെ മക്കള് ഗുണം പിടിക്കത്തില്ല. ഇല്ല, തീർച്ചയായിട്ടും. എങ്ങനെ വേണം നിങ്ങൾ, ഞാൻ 1000 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇട്ടുതരാം. എത്ര ഉദാഹരണം പറഞ്ഞാലും ഇവരാരും പഠിക്കുക. എനിക്ക് വളരെ സന്തോഷം ഉണ്ടായ വേറെ കാര്യം പറയട്ടെ. ഈയിടെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, അഫ്സൽ കണ്ടുകൊണ്ടിരിക്കും വീഡിയോ. അതായത് ഈ കുട്ടികൾ, ചെറിയ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇവർക്ക് ഒരു ഫിസിക്കൽ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാല് ഇവർ ഈ ഡ്രഗ് അഡിക്ഷന്, അതുപോലെ ഈ ഫോണിൽ തോണ്ടല്, കമ്പനി കൂടി നടക്കല്, ഈ തിന്നാൻ നടക്കുന്ന പരിപാടി, ഇതൊക്കെ ഒഴിവാക്കും. നേരായ വഴി കൂടെ വരുമെന്ന്.
ആ വീഡിയോ ഇട്ടിട്ട് ഒരൊറ്റ മരുന്നിനല്ലോ ഒരു പിന്നെ അല്ലെ എന്ന് വിളിച്ചിട്ട് അടാ നീ എങ്ങനാ പിള്ളേർക്ക് ഇത് കൊടുക്കുന്നേ അല്ലെ അതിനെന്താ സംവിധാനം എന്ന് ചോദിക്കാൻ ഒരു മലനം പോലും ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഇത്തരം കാര്യങ്ങളുടെ ആ ഗ്രാഹ്യക്കുറവ് എത്ര പിന്നെ എന്താ സർക്കാരിന്റെ എന്താ പറയുക സാക്ഷരതാ മിഷന് പോയിട്ട് 4 അക്ഷരം പഠിച്ചുകൊണ്ടൊന്നും വിവേകവും വിവേചനവും ഉണ്ടാകും. വിവേകം വേറെയാണ്, വിവേചനം വേറെയാണ്, രണ്ടിനുണ്ടാകും. ഈ വിവേചനത്തിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ വലിയ ഓഫീസർമാരെയൊക്കെ വെച്ചിട്ടില്ലേ, ഇപ്പം നമ്മുടെ IPS IAS ഇവരുടെ വിവേചനം അതിന്റെ ടെസ്റ്റ് നടത്തിയിട്ടാണ് അവർക്ക് IAS IPS കൊടുക്കുന്നത്. അതുപോലെ ഗസ്റ്റഡ് ഓഫീസറായിട്ട് ഡയറക്റ്റ് കയറുന്ന CIമാരൊക്കെ ഗസ്റ്റഡ് ഓഫീസറാണ്. പിന്നെ അങ്ങനെ കയറുന്ന അവരുടെ ആ തിരിച്ചറിയാനുള്ള ശേഷി, അതിനൊക്കെയാണ് കാശ് എന്ന് പറയുന്ന മാതിരി നമുക്കെല്ലാം നമ്മുടെ അറിവും കഴിവും പ്രാപ്തി അനുസരിച്ചുള്ള വിവേചനം വേണം. ആ വിവേചന അധികാരം നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പച്ച പിടിച്ചു വരിക. ശരിയാണോ? തീർച്ചയായിട്ടും. തന്തമാരും തള്ളമാരും കണ്ടാണ് മക്കള് ജീവിക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. 60 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് വേണേ കേൾക്കുക, കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി. മക്കളെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എന്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പറയുക, ഞാനൊക്കെ അടിച്ചു പൊളിച്ചാ ജീവിക്കുന്നത്. എനിക്ക് 2-3 പിള്ളേരുണ്ട്. എന്റെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കിന് മരുന്നിനും മറ്റേതിനൊന്നും പോകാതെ ഞാൻ അടിച്ചു പൊളിച്ചാൽ. ഈ മനുഷ്യനാണെങ്കിൽ ഇയാളെ 2 പിള്ളേരുണ്ട്, 2 ഉള്ളൂ. പോരാ മതിയില്ലേ? പോട്ടെ, മതിയെങ്കിൽ മതി. കുടുംബാസൂത്രണമൊക്കെ നിലനിൽക്കുന്ന രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് ഓർക്കണം. പോട്ടെ, തൃപ്തിപ്പെട്ടു. പിന്നെ അല്ല, നമ്മളങ്ങനെ ലിമിറ്റ് ചെയ്തൊന്നുമില്ല. അതെന്റെ മൗലികാവകാശമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അതുകൊണ്ട് 3 പേരുണ്ട്. ഈ മക്കളെയൊക്കെ നല്ല നിലയ്ക്ക് തന്നെയാണ് ഇവിടം വരെ കൊണ്ടുവന്നത്. പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അവർ വിളിക്കുകയും പറയുകയും ചോദിക്കുകയും അങ്ങനെയാണ് എന്ന് തോന്നുന്നു. നിങ്ങളുടെ മക്കൾ അങ്ങനെ ആയി വരണം. പിന്നെ അല്ലെ ഇപ്പൊ നമ്മൾ കാണുന്നതാണ് തന്തേ തെല്. ഇന്നലെ അല്ല, തന്തക്കൊരുന്നൊക്കെ നോർമൽ വിഷയമായി, അത് ഒത്തിരിയായി. ഇന്നലെ ഒരു വിഷയം കണ്ട് തന്ത മോനെ കുത്തിയെന്ന്. ചത്തില്ല കേട്ടോ, തന്ത മോനെ കുത്തിയെന്ന്. പാത്തായോളിയുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ വീട്ടില് കള്ളുകുടി. അതെ, പിന്നെ കള്ളുകുടിക്കും, മോനും കള്ളുകുടിക്കും. പിണറായിക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് കള്ളുകുടി ഈ മയക്കുമരുന്നൊക്കെ പോട്ടെ, അത് ഇപ്പൊ അതങ്ങ് മാറുമായിരിക്കും. ഇന്നല്ല നാളെ മാറും. പക്ഷെ കള്ള് മാറുന്നില്ല. ഈ കള്ള് നിങ്ങൾ ഒരുമാതിരി അവകാശം മാതിരി ഇത് വാങ്ങി വിഴുങ്ങുമ്പോ നിങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾ കള്ള് കുടിയനാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു അഭിമാനം എനിക്ക് തോന്നാറില്ല. ഉണ്ടോ? അഫ്സലെ? പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ കള്ള് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് അഭിമാനമാണ്. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? എനിക്ക് ആ അഭിമാനമുണ്ട്. പറ്റുമോ? അല്ല, പിന്നെ നിങ്ങൾ പറഞ്ഞു വരുന്നെ എല്ലാം കൂടെ പറയിപ്പിക്കരുത്. പിന്നെ ഇപ്പൊ ഈയിടെ ആയിട്ട് ഒരു കുറെ കാലങ്ങളൊക്കെ ആയിട്ട് കമ്പനി കൂടുകയാണെങ്കിൽ ഞാൻ 10 മില്ലിയൊക്കെ പിള്ളേരോട് ഇരുന്ന് ചുമ്മാ കുടിക്കാറുണ്ട്. അല്ല, പ്രായത്തിനൊക്കെ മുമ്പേ ഉണ്ട്. ഒരു 10 വർഷമായി കാണും അത്. എനിക്കതുപോലെ ഇഷ്ടപ്പെട്ട ആൾക്കാരോ ഇഷ്ടപ്പെട്ട പിള്ളേരോ എല്ലാമാണ് ഇന്ന് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഈ 10 മില്ലി അടിക്കുന്നു. പക്ഷെ നിങ്ങളറിയേണ്ട ഒരു കാര്യം, ഈ 10 മില്ലി ഞാൻ അങ്ങനെ 10 മില്ലി അല്ലെ 20 മില്ലിയിലൊക്കെ ഞാൻ പൂസാകും. അത് വേറെ സത്യം. എന്റെ വീട്ടിൽ എന്നും എന്റെ കോട്ട മേടിച്ചുകൊണ്ട് വരുന്ന എന്റെ വീട്ടിൽ കാണും. ഇന്നിപ്പോ ഇരിപ്പുണ്ട് അത്രേ, എന്റെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. ഇപ്പൊ ഒരു 1/2 ബോട്ടിൽ പൊട്ടിച്ച് എനിക്കത് 1-2 മാസമായെന്ന് തോന്നുന്നു. ആ ആർജവം നിങ്ങൾക്ക് വേണം. പിണറായിക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. വെള്ളം അടിച്ചിട്ട് അതുകൊണ്ടങ്ങ് പിന്നെ വലിയ സൂപ്പർമാൻ ആകുമെന്നുള്ള ചിന്തയൊക്കെ. കയ്യിലിരിക്കുന്ന കാശും പോവും, മാനവും പോവും. പിന്നെ വെള്ളം അടിച്ചിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെ ഭാര്യയുടെ മുമ്പിലും വില കാണത്തില്ല, മക്കളുടെ മുമ്പിലും വില കാണത്തില്ല. മാത്രമല്ല അച്ഛൻ മോനെയും കുത്തും, മോൻ തന്തയും കുത്തും. പിന്നെ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പിന്നെ അമ്മ ഏതാ പെങ്ങളേതാന്ന് തിരിച്ചറിയാത്ത പരിപാടികൾ പറഞ്ഞു വരുമ്പോ നമ്മളെല്ലാം പറയണല്ലോ. ഈ പിന്നെ കുടിയന്മാരുടെ ഭാര്യമാർക്ക് വേലി ചാടാനുള്ള ത്വര അത് കൂടുതലാ. അപ്പം അടിച്ചു വരുത്തൊക്കെ നടക്കുമ്പോ ഓർക്കണം, കോട്ടും കൂടിയൊക്കെ അടിച്ചു നടന്നിട്ടേ നാളെ അവളെ കയറി ഞൊട്ടിക്കിട്ട് വന്ന് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ അവൾ ആരുടെയും കൂടെ ഇറങ്ങി പോകും. പോയില്ലെന്നുണ്ടെങ്കിൽ അവൾ അവിടെ വീട്ടിൽ കൃഷി തുടങ്ങും. അതാണ് അവസ്ഥ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങളെ പിന്നെന്താന്ന് ഉപദേശം നിങ്ങളെ വേണ്ടെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇത് ഉപദേശിക്കാൻ ആർക്കും ആവും, പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവരണം.
പ്രാവർത്തികമാക്കി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ പിന്നെന്താന്ന് മദ്യവിരുദ്ധ സമിതികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ പൗരസമിതികള് മാന്യന്മാര്. നമ്മൾ ഇതിനകത്തൊന്നും ഇല്ലാത്ത വേറെ ഒരു ഹതഭാഗ്യൻ. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ കുടിച്ചിട്ടില്ല എന്ന് എനിക്ക് അഭിമാനത്തോടെ ഇന്ന് പറയാൻ കഴിയുന്നത് എന്താണ്? ഞാൻ അങ്ങനെ ആയിരുന്നോണ്ടാണ്. ഞാനൊരു കഥ പറയാം. ഞാൻ പിന്നെ 19 വയസ്സും കണ്ടുള്ളപ്പോഴാണ് തോന്നുന്നു. 19 വയസ്സ്. പിന്നെ ഞങ്ങളുടെ പട്ടാളത്തിൽ വന്നൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പം അവിടെ ഈ കുടിക്കാത്ത ആൾക്കാർക്കാണ് ഇതിന്റെ ചാർജ് കൊടുക്കുന്നത്, ഇൻചാർജ്. അങ്ങനെ ആ വർഷത്തെ ചാർജ് എനിക്കാണ്. ആ ദിവസത്തെ പരിപാടി, ഒരു ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും. പിന്നെ ചപ്പാട് അത് ഇതൊക്കെ കാണും. വെള്ളവടി അവിടുത്തെ ഒരു പ്രധാന എന്താ പറയുന്ന ഈവന്റ് ആണ്, ഫ്രീ. അപ്പൊ അങ്ങനെ അന്ന് അവിടെ ചില മന്യന്മാർക്കൊക്കെ ഇങ്ങനെ കുടിച്ച് നിന്ന് പെരുത്ത് കഴിഞ്ഞാൽ എന്നെ ഒന്ന് കുടിപ്പിക്കണമെന്ന് തോന്നും. അതിനകത്ത് ഞങ്ങളെ 1-2 സീനിയർ ഓഫീസേഴ്സ്, പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉള്ളവരും ജൂനിയർ ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ കൂടി എന്നെ ഇവര് 2 കൈയും കാലും എല്ലാം പിടിച്ച് കെട്ടിയിട്ട്, അപ്പൊ ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി എന്റെ ആണെന്ന് ഓർക്കണം. ഏതായാലും കള്ളെല്ലാവർക്കും കൊടുത്ത് കുടിപ്പിക്കേണ്ടതും എല്ലാം ഉത്തരവാദിത്തമായിട്ട് നോക്കേണ്ടതും ഭക്ഷണം വരെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. പക്ഷെ ഇവന്മാർക്ക് പെരുത്ത് കഴിഞ്ഞപ്പോ ഇവന്മാർക്ക് എന്നെ കുടിപ്പിക്കണമെന്ന് തോന്നി. ഏറ്റവും സീനിയർ ഓഫീസർ, ആ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും സീനിയർ ഓഫീസറാണ് എന്റെ വലത് കാലിന് പിടിച്ചിരുന്നത്. 2 കൈക്കും കാലിനും എല്ലാം പിടിച്ചിട്ടുണ്ട്, വയറ്റത്തൊക്കെ ചവിട്ടി പിടിച്ചിട്ടുണ്ട് അനങ്ങാതിരിക്കാൻ. എന്നിട്ട് ഇവന് ഒരുത്തൻ ഇത് ഒഴിക്കാനെ കൊണ്ടുവന്ന് എന്റെ വായിലോട്ട് കൊണ്ടുവന്ന് ഒഴിക്കാൻ വന്നോണ്ടേ ഞാൻ ആ വലത്തുകാലിൽ വെച്ചൊരു ഒറ്റ തൊഴി കൊടുത്തു. ആരാ നോക്കിയില്ല. എന്തിനു നോക്കുന്നേ? ഞാൻ എന്റെ ആ തൊഴി 19 വയസ്സേ ഉള്ളൂ നോക്കിക്കോളൂ. അന്നൊക്കെ നിങ്ങളൊന്ന് ഓർക്കണം, ഞാൻ ഓട്ടക്കാരനായിരുന്നു. എന്റെ കാലിന്റെ ആരോഗ്യം ഇപ്പോഴും, കാലിന് ആരോഗ്യക്കുറവ് വന്നില്ല. കാരണം എന്നെ ഒരാൾ തല്ലാൻ വന്നു കഴിഞ്ഞാൽ കാലുകൊണ്ടൊക്കെ എപ്പോഴും തടയുന്നു. അങ്ങനെ ആരും മരുന്നില്ല, അത് നമ്മുടെ കുഴപ്പമല്ല. നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ തല്ലണമെന്ന് മനസ്സിൽ മോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നേരിട്ട് വന്ന് തല്ലണം. അപ്പൊ അങ്ങനെ എന്റെ കാലിന് നല്ല നല്ല ശേഷിയാ. ഇപ്പോഴും ഞാൻ ഓടുന്നതിനാ. ഞാൻ ഒറ്റ ചവിട്ട് കൊടുത്ത് അസ്ഥാനത്തായിരുന്നു ചവിട്ട് കൊണ്ടത്. അങ്ങനെ ഒരാഴ്ച പോയി ആശുപത്രി കിടന്ന് എടുക്കാൻ പറ്റാതായി പോയി. സീനിയർ ഓഫീസറാ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിനുശേഷം ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് എനിക്ക് തന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവൻ ഇനി ഒരു കാലത്തും കുടിക്കത്തില്ലെന്ന് എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു 10 വർഷമായിട്ടൊക്കെ നമ്മൾ ഈ കമ്പനിക്കാർ ഇപ്പൊ അഫ്സലോട് നല്ല ഇതാണ് ചിലപ്പം എന്നുള്ളത്. അത് ഓക്കെ, ഞാനത് എന്റെ ഒരു അഹങ്കാരമായിട്ട് വേണേ കൂട്ടാം. അത് തന്നെ ഞാൻ ചെയ്യുന്നത്. എന്റെ പിള്ളേരൊക്കെ പ്രായമായി ഒരു പരുവായതിനു ശേഷമാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ ഓർക്കണം. അല്ലാതെ നിങ്ങൾ ഈ മദ്യപാനം കൊണ്ട് ആർക്കും ഒരു നേട്ടം ഈ ലോകത്തുണ്ടായിട്ടില്ല, ഇനി ഒരു കാലത്ത് തൊട്ട് ഉണ്ടാകത്തുമില്ല. നിങ്ങൾ കയ്യിലെ കാശ് കൊടുത്ത് ഇപ്പോൾ ഒരു കുപ്പി ആവറേജ് ഒരു 1000 രൂപ വേണം. 1000 രൂപ കൊടുത്ത് അത് വാങ്ങിച്ച് മാക്ക് ഇത് അങ്ങോട്ട് വിഴുങ്ങി കഴിഞ്ഞിട്ട് ബോധമില്ലാതെ വേച്ച് എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണ് അവിടെ കിടക്കും. നാട്ടുകാരെ കാണിക്കാനാണെന്നും പറഞ്ഞ് നിങ്ങൾ ചില അവന്മാരാണെങ്കിൽ അടിച്ചിട്ട് പോയി നാട്ടുകാരെ കാണിക്കാൻ ചെല്ലും. നാട്ടുകാരെ എടുത്തിട്ട് ഊന്നുകയും ചെയ്യും. കയ്യിലെ കാശ് കൊടുത്തിട്ട് ഊന്ന് മേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം പിണറായിയെ നന്നാക്കുക എന്നുള്ള ആ ലക്ഷ്യം കളഞ്ഞിട്ട് നിങ്ങൾ നന്നാകാൻ നോക്കും. ഞാൻ ചില സമയത്തൊക്കെ ഞെട്ടാറുണ്ട്. ഈ കേരളത്തില് ഓരോ സീസണിൽ വയ്ക്കുന്ന കോടികളുടെ ചാരായത്തിന്റെ കണക്ക് കേട്ടു. പിന്നെ ഒരു ക്രിസ്മസ് കഴിയുമ്പോ ക്രിസ്മസ്, വിഷു എല്ലാത്തിനും ഉണ്ട് കോടികൾ. പിന്നെ അതുപോലെ ഈ ഓണം കോടികൾ. പിന്നെ അതുപോലെ പെരുന്നാൾ വരുമ്പോൾ മാത്രം അതിന് കണക്കില്ല കേട്ടോ. ഞാനെന്ത് ഈ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമൊന്നും അല്ലല്ലോ ചാരായം? വന്നോ? കുടിച്ചുകൂടാ. അപ്പൊ ഞാനൊന്ന് ഇവിടെ സത്യം പുറത്തോട്ട് വരുന്നേ. പിന്നെ അങ്ങനെ മുസ്ലിം വിശ്വാസപ്രകാരം കുടിക്കാൻ പാടില്ലെന്നാണ്. മദ്യം പിന്നെ എന്താ പറയുന്ന ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ്. അല്ലാതെ മറ്റ് പിന്നെ ഖുറാനിലോ അല്ല മറ്റു വ്യവസ്ഥകളിലോ കുടിക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞാൻ ചോദിച്ചു. ഇത്രയും മറച്ചു കുത്തിയൊന്നും കൊണ്ടുവരണം, ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞാൽ മതി. ഖുറാനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ചാരായം കുടിക്കാൻ പാടില്ലെന്ന്. എന്നിട്ട് ഇവിടുത്തെ കാക്കാമാരിൽ കുടിയന്മാരെ ഒത്തിരി ഞാൻ കാണുന്നു ഉണ്ടേ. അപ്പം പിന്നെ അവൻ നാളെ ഇരുന്നിട്ട് മറ്റേ എന്താ പറയുന്ന പെണ്ണുങ്ങളുടെ ചാരിത്ര ശുദ്ധിയെ പറ്റിയിട്ട് പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ പിണറായിയുടെ ആൾക്കാരെല്ലാം കുടിക്കുന്നില്ലേ? അല്ല, തമ്മിൽ വ്യത്യാസം മുസ്ലിമിന്റെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. കുടിക്കാൻ പാടില്ലെന്ന് പറയാൻ കുടിക്കരുത്. അപ്പോഴാണ് നിങ്ങൾ പിന്നെ എന്താ പറയുന്നത് മുസ്ലിം മതവിശ്വാസിയാകുന്നത്. അല്ലാതെ നിങ്ങൾ എങ്ങനെ മതവിശ്വാസിയാകുന്നത്? കാക്കാമാരോടെല്ലാം കൂടെ ഞാൻ ചോദിച്ചത്, ഈ കാക്കായോടൊന്നും ചേർത്ത്. അയ്യോ, നമ്മുടെ രംഗത്തോട്ട് കയറാൻ പറ്റരുത്. കുടിക്കാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാടൻ വേണം. വല്ലവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാന്ന്. പിണറായി വിജയൻ കാശുണ്ടാക്കും, അത്രേ ഉള്ളൂ. പിണറായി വിജയൻ കാശുണ്ടാക്കും. പിണറായി വിജയന്
അയാൾ എഴുതിയിട്ട് ഒന്നും കുടിക്കാൻ പോകത്തുമില്ല. പിണറായി വിജയൻ കുടിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെ കുറിച്ച് അറിയത്തില്ല. നമ്മൾ ഇതിനെപ്പറ്റി ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് വെൽഫെയർ തരുന്നുണ്ടല്ലോ, നിങ്ങൾ കുടിപ്പിക്കാം. അതാണ് നമ്മുടെ ഈ പിന്നെ ബക്രീദിനും പിന്നെ ഈ പെരുന്നാളും വരും മാത്രം ഇവരെന്താ ഇതിന്റെ കണക്ക് പുറത്തുവിടാത്തത്? അതൊരു ഒത്തുകളിയാണല്ലോ ആശാന്. കാര്യം നിങ്ങൾ ഓണത്തിന്റെ വിടുന്നുണ്ട്, ക്രിസ്മസിന്റെ വിടുന്നുണ്ട്, ഓണത്തിന്റെ ചങ്കരാതിക്കും എല്ലാം വിടുന്നുണ്ട്. പിന്നെ പെരുന്നാൾ കഴിയുമ്പോ എന്താ വിടാത്തത്? നിങ്ങൾ ഒത്തുകളിയായി. ചുമ്മാ അല്ല നാട്ടുകാര് പറയുന്നേ. പിണറായിയും പിന്നെ ഒരുമാതിരി എന്താ കളിയാ? ഒത്തുകളിയല്ല, അത് വേറൊരു വാക്കുണ്ട്. നമ്മളാ അത് പറഞ്ഞുവിടാൻ നമ്മള് സമ്മതിക്കല. എന്താ ഇപ്പൊ ഈ മുസ്ലിങ്ങള് കള്ളു പിടിച്ചെന്ന് അറിയത്തില്ലേ? കള്ളത്തരം കണ്ടോ? ആ പണിയെ മനസ്സിരുന്ന നമ്മളാ കണക്ക് പിന്നെ പിണറായി വിജയനെ കൊണ്ട് പുറത്ത് വിടിയിക്കത്തില്ല. പോയിന്റ് നോട്ട് ചെയ്തോ? കാക്കാമാരുടെ ഓരോ കള്ളത്തരങ്ങൾ കണ്ടോ? അത്രയ്ക്ക് പവർ നമ്മുടെ കയ്യിലുണ്ടെന്നാണ്. പിടി ഇത്ര അല്ലെങ്കിൽ ഇത്രയും പിന്നെ ഓണത്തിന് ഇത്ര കോടി വിറ്റുവരവ് ലാഭം സർക്കാരിന് കള്ളു പിടിച്ചു. അല്ലെങ്കിൽ പിന്നെ ക്രിസ്മസ് വരുമ്പം പാലായിൽ ഇത്ര, തിരുവനന്തപുരത്ത് ഇത്ര, വരുന്നത് പെരുന്നാള് കഴിഞ്ഞപ്പോ ഇത്രയും കുടിച്ചെന്ന് പറയണം. അതും കൂടെ പറയണം. അത് അഡ്ജസ്റ്റ്മെന്റാ. ചുമ്മാ അല്ല BJP-ക്കാര് പറയുന്നത്. ഇവിടെ കോൺഗ്രസും BJP എല്ലാം കൂടെ എന്താന്ന് വേറൊരു വാക്കുണ്ട്, ഞാൻ സാധാരണ പറയുന്നൊരു വാക്ക്, അതിങ്ങോട്ട് വരുന്നില്ല. അത് വന്നാലേ അത് കറക്റ്റ് ആകുള്ളൂ. അല്ല CJP അതല്ല. പിന്നെ ഈ കോൺഗ്രസും CPM-ഉം കൂടെ മൈക്കുകൾ കിട്ടുമ്പോ പരസ്പരം ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കും. പക്ഷെങ്കിൽ ഇവന്മാരിരുന്നുകൊണ്ട് ഇവിടെ ഒരു പിന്നെ ഇഫ്താർ പാർട്ടിയില് പിണറായിയുടെ തൊട്ടടുത്ത് PD സതീശൻ ഇരിക്കുന്നു. അതിന്റെ പിന്നെ മറ്റുള്ള മേലധ്യക്ഷന്മാരാണ്, മതപുരോഹിതന്മാര്, മതമൈലന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവര് തമ്മിലൊരു വിഷയമില്ല. സാധാരണക്കാരന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വന്ന് കിടന്ന് പരസ്പരം ചീത്ത വിളിച്ച് ജീവിതം പണ്ടാരം അടക്കുക. കാര്യമുണ്ടോ? നമ്മളെ കൊണ്ട് അവര് പിന്നെ അങ്ങോട്ട് തല്ലിക്കുക. അതേ ഉള്ളതാണ്. അല്ലാതെ അവര് തമ്മിൽ ഒരു വിഷയമില്ല. നമ്മള് തല്ലിക്കണം. അപ്പൊ നമുക്ക് ഇന്നൊരു കൺക്ലൂഡ് ചെയ്യാം. അപ്പം എല്ലാം കേട്ട് പിന്നെ നിങ്ങൾക്ക് കൊള്ളാം. ഇത് ശരിക്കും വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ചില അവയർനെസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു കാഷ്വൽ ടോക്കാണ്. കാഷ്വൽ ടോക്കായിട്ട് കൂട്ടിയാൽ മതി. ഇത് ചുമ്മാ ഒരു ഫ്രണ്ട്ഷിപ്പ് മാതിരി ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഗുണപാഠങ്ങൾ ഒരുപാടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ട്? ചില സത്യങ്ങളുണ്ട്. ചില സത്യങ്ങളില് തുണിയില്ലാത്ത സത്യങ്ങൾ എന്ന് പറയാം. ഈ കാര്യം തുണിയില്ലാത്ത സത്യങ്ങൾ കാണാനാണല്ലോ നിങ്ങൾ ഇത്ര മെനക്കെട്ട് ഇവിടെ വന്നിരുന്നത്, അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മളൊരു ലൈവില് വരും. അതുവരെ ഞങ്ങളുടെ ഈ 12 മണിക്കൂർ ലൈവ് നിങ്ങളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. ഇതുമാതിരിയുള്ള നാട്ടിലെ സാമൂഹിക വിഷയങ്ങൾ എല്ലാം ഞങ്ങളൊരു കാഷ്വൽ ടോക്കായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനങ്ങളും ഒരു ഗിന്നസ് ബുക്കിന്റെ ഒരു റെക്കോർഡാണ് ഗിന്നസ് ബുക്കിന്റെ റെക്കോർഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളാരും വന്ന് കാണണമെന്ന് നിർബന്ധമില്ല, വേണേ കണ്ടാ മതി. അങ്ങനെ പറയണ്ട, വേണേ കണ്ടാ മതി. വേണേ നിങ്ങളുടെ കാലൂടെ പിടിച്ചേക്കാം, പോട്ടെ. നിങ്ങളുടെ കാല് പിടിച്ചേക്കാം. എന്നെ പറ്റി അങ്ങനെ ഒരു പരാതിയുണ്ട്. ഞാൻ ഇത്രയും 10-60,000 സബ്സ്ക്രൈബർ ആയിട്ട് ഇന്ന് വരെ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരുടെ കാല് പിടിച്ചിട്ടില്ല, വേണേ ഉണ്ടാക്കിയിട്ട് പോടാന്നാ പറയുന്നത് എന്നൊക്കെ. അത് വേണ്ട, അത് വേണ്ട. ഞാൻ ഇന്ന് ഇപ്പൊ വയസ്സാകുമ്പോ എന്തോ പ്രായപൂർത്തിയാകുമ്പം വരുന്ന പക്വതയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചേക്കാം. നിങ്ങൾ ഒന്ന് കാണണേ, വേണേ കണ്ടാ മതിയുടെ പുല്ലന്മാരെ പോയിട്ടൊക്കെ പറഞ്ഞു.